ഉത്തര അറ്റ്ലാന്റിക്കിലെ ദ്വീപുരാഷ്ട്രമായ ഐസ്ലാൻഡിലൂടെയുള്ള സഞ്ചാരം തുടരുകയാണ്. ഐസ്ലാൻഡിന്റെ തലസ്ഥാനമായ റെയ്ക്യാവിക്കിലാണ് ഇപ്പോൾ. ഈ നഗരത്തിലെ കാഴ്ചകൾ ഏതാണ്ട് കണ്ടുകഴിഞ്ഞു. സമയം ഇപ്പോൾ 4 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ നഗരം വിട്ട് പുറത്തേക്ക് പോവുകയാണ്. റെയ്ക്യാവിക്കിന്റെ കോടതി സമുച്ചയവും അതിനു മുന്നിലെ മനോഹരമായ പുൽക്കുന്നുമാണ് മുന്നിൽ. എത്ര മനോഹരമായാണ് ഒരു നഗരം ഒരുക്കിയിട്ടിരിക്കുന്നത്! കൊതിപ്പിക്കുകയാണ് റെയ്ക്യാവിക് നഗരക്കാഴ്ചകൾ. ഇപ്പോൾ ഇടതുവശത്ത് പച്ച നിറമുള്ള ഒരു കെട്ടിടം കാണാം. അതിവിടുത്തെ കൺസേർട്ട് ഹാളാണ്. ഹാർപ്പ എന്ന കൺസേർട്ട് ഹാൾ. ഐസ്ലാൻഡ് സിംഫണി ഓർക്കസ്ട്രയുടെയും ദ ഐസ്ലാൻഡിക് ഓപ്പറയുടെയും ആസ്ഥാനം ഇവിടെയാണ്. അവിടവും പിന്നിട്ട് യാത്ര തുടർന്നു. ഇനി ഞങ്ങൾക്ക് പോകേണ്ടത് ബൊർഗാർനസ് എന്ന സ്ഥലത്തേക്കാണ്. ഇന്ന് രാത്രി അവിടെയാണ് താമസം. ഇവിടെ നിന്നും 2.5 മണിക്കൂറിന്റെ യാത്രയുണ്ട് ബൊർഗാർനസിലേക്ക്. വലിയ ട്രാഫിക് ഇല്ലെങ്കിൽ 6:30 ആകുമ്പോഴേക്കും അവിടെ എത്തും. ഡ്രൈവർ പീറ്ററാണ് അത് പറഞ്ഞത്. ട്രാഫിക് ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞത് ബസ്സിലിരിക്കുന്ന ഞങ്ങൾക്ക് ഒരു കൗതുകമായി. ആകെ കുറച്ചുമാത്രം മനുഷ്യരും കുറച്ചു വാഹനങ്ങളുമുള്ള ഇത്രയും ഗംഭീരമായ റോഡുകളുള്ള ഈ രാജ്യത്ത് ട്രാഫിക് തിരക്കോ എന്നാണ് സംശയം. താമസിയാതെ പീറ്റർ പറഞ്ഞത് സംഭവിച്ചു. വഴിയിൽ ട്രാഫിക് ബ്ലോക്ക് തുടങ്ങി. പീറ്റർ പറഞ്ഞത് നേരാണെന്ന് മനസ്സിലായി. വലിയൊരു ട്രാഫിക് ബ്ലോക്ക് അല്ലെങ്കിലും ഏതാണ്ട് 15 മിനിറ്റ് നേരം എന്തോ തടസ്സമുണ്ടായി. എന്നാൽ ഈ രാജ്യത്ത് തന്നെ ഈ നഗരത്തിൽ മാത്രമേ ട്രാഫിക് ജാം ഉണ്ടാകാറുള്ളൂ. അവിടം പിന്നിട്ടതോടെ വലിയ പ്രശ്നങ്ങളില്ലാതെ യാത്ര തുടരുകയാണ്. നല്ല പാതകളാണ്. ചിലയിടത്തൊക്കെ 6 വരിയാണ് പാത. ഇത്രയും ചെറിയൊരു രാജ്യം പോലും 6 വരി പാതകളെക്കുറിച്ച് ചിന്തിക്കുന്നു. ഇങ്ങനെയൊരു കൊച്ചു രാജ്യത്തിന് എന്തിനാണ് ഇത്രയും വിസ്തൃതമായ 6 വരി പാതയൊക്കെ എന്ന് ചോദിച്ചാൽ അതാണ് ദീർഘവീക്ഷണം എന്നാണ് മറുപടി. റെയ്ക്യാവിക് നഗരം പിന്നിലായി. ഇനി അങ്ങോട്ട് തനി ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് യാത്ര. ഗ്രാമമെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേതുപോലെ ചെറിയ കവലകളും നിറയെ വീടുകളുമൊന്നുമില്ല. നഗരത്തിന് പുറത്ത് ഓട്ടോമൊബൈൽ ഷോറൂമും ഗോഡൌണുമൊക്കെയായി ഇങ്ങനെ കുറെ സ്ഥാപനങ്ങൾ കാണാം. അതങ്ങ് പിന്നിട്ടു കഴിയുമ്പോൾ പിന്നെ ദീർഘദൂരം വിജനമായ പ്രദേശങ്ങൾ. വിജനതയാണ് ഐസ്ലാൻഡിന്റെ ഒരു മുഖമുദ്രയെന്ന് പറയാം. പുൽമേടുകൾ ധാരാളം. ചിലയിടത്തൊക്കെ മരങ്ങളുമുണ്ട്. അപൂർവം സ്ഥലങ്ങളിൽ മാത്രമേ ഉയരം കൂടിയ വൃക്ഷങ്ങളുള്ളൂ. എവിടെ നോക്കിയാലും പുൽമേടുകളാണ്. മുന്നിൽ അങ്ങകലെ ഒരു പർവ്വതനിര കാണാം. റെയ്ക്യാവിക് നഗരത്തിൽ നിന്ന് നോക്കിയാലും കാണുന്ന പർവ്വതനിരയാണത്. നഗരത്തിന്റെ പ്രാന്തഭാഗത്ത് ഇടവിട്ട് ഇങ്ങനെയുള്ള കെട്ടിട കോംപ്ലക്സുകളുണ്ട്. ഫിറ്റ്നസ് സെന്ററുകളും ഓഫീസ് കോംപ്ലക്സുകളുമെല്ലാം പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങൾ. അതിന്റെയൊക്കെ നിർമ്മാണത്തിന് ഒരു ഭംഗിയുണ്ട്. അതാണ് അവയെ ആകർഷകമാക്കുന്നത്. കെട്ടിടങ്ങൾ കഴിയുമ്പോൾ വീണ്ടും പുൽമേടുകളും മലനിരകളും. ഞങ്ങളിനി 7-8 ദിവസം കൊണ്ട് ഐസ്ലാൻഡിനെ പൂർണ്ണമായും ഒന്ന് വലയം വയ്ക്കുകയാണ്. റെയ്ക്യാവിക്കിൽ നിന്നും ആരംഭിച്ച് ഉത്തരഭാഗത്തേക്ക് യാത്ര ചെയ്ത് ഐസ്ലാൻഡിൽ ചുറ്റോടു ചുറ്റുമൊന്ന് കറങ്ങി റെയ്ക്യാവിക്കിൽ തന്നെ തിരിച്ചെത്തണം. ഇന്ന് റെയ്ക്യാവിക്കിൽ നിന്നും ആദ്യം ബൊർഗാർനസ് എന്ന സ്ഥലത്തെത്തും. ഇവിടെ താമസിക്കും. അത് കഴിഞ്ഞ് അക്കുറേറി എന്ന സ്ഥലത്തേക്ക് പോകും. അക്കുറേറിയും പരിസരങ്ങളും അതിമനോഹരമായ പ്രദേശങ്ങളാണ്. അക്കുറേറിയിൽ നിന്ന് മീവ എന്ന സ്ഥലത്തേക്കാണ് പോവുക. പിന്നെ ഹോഫൺ, തുടർന്ന് ഹെല്ല. ഒടുവിൽ റെയ്ക്യാവിക്കിൽ തന്നെ തിരികെ എത്തും. ഇതാണ് യാത്രയുടെ റൂട്ട്. എങ്ങും കാണുന്നത് പ്രകൃതി സുന്ദരമായ സ്ഥലങ്ങൾ മാത്രമാണ്. പ്രകൃതിയുടെ മനോഹാരിത തന്നെയാണ് ഈ യാത്രയെ അവിസ്മരണീയമാക്കുന്നതും. ഐസ്ലാൻഡിൽ വന്നിട്ട് ഗ്രാമങ്ങളോ മനുഷ്യരുടെ ജീവിതമോ കാണണമെന്ന് വാശി പിടിക്കരുത്. കാരണം അങ്ങനെയൊന്ന് ഇവിടെ നിന്ന് കൃത്യമായി നമുക്ക് കാണാൻ കിട്ടില്ല. ഗ്രാമങ്ങൾ പോലും അധികമില്ല. ചെറിയ ചെറിയ പട്ടണങ്ങൾ. അവിടെ മനുഷ്യർ വസിക്കുന്നു. ചിലയിടത്ത് ഒറ്റപ്പെട്ട ഫാമുകൾ കാണാം. വിശാലമായ കൃഷിയിടങ്ങൾക്ക് നടുവിൽ ഫാം ഹൗസുകളും. അവിടെ പലപ്പോഴും ആളുകൾ ഉണ്ടാവണമെന്നില്ല. കൃഷി നടക്കുന്ന സമയത്ത് മാത്രം ആളുകൾ ചെന്ന് താമസിക്കുന്ന വീടുകളാണ് പലതും. കൃഷി തന്നെ ഈ രാജ്യത്ത് അപൂർവമാണ്. പുല്ലാണ് പ്രധാന കൃഷി. പശുവിനും ആടിനും കുതിരയ്ക്കുമൊക്കെ കൊടുക്കാനുള്ള പുല്ല്.
ഇപ്പോൾ നേരത്തെ കണ്ട പർവ്വതനിര കൂടുതൽ അടുത്ത് കാണാം. എസ്യ പർവ്വതനിരയാണത്. നേരത്തെ നഗരത്തിൽ നിന്ന് കണ്ട പർവ്വതനിര. ദശലക്ഷക്കണക്കിന് വർഷങ്ങളുടെ ഭൗമ പ്രതിഭാസം കൊണ്ട് രൂപപ്പെട്ട ഒരു പർവ്വതനിരയാണത്. ഏസ്യ പർവ്വതത്തെപ്പറ്റി നിരവധി ഐതിഹ്യങ്ങളും നാടോടി കഥകളും ഐസ്ലാൻഡിൽ പ്രചാരത്തിലുണ്ട്. ഒരേ പർവ്വതത്തിന്റെ രണ്ടു ഭാഗങ്ങൾക്ക് വ്യത്യസ്തമായ പ്രായമാണെന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പർവ്വതത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്തിനാണ് പ്രായം കൂടുതൽ. 32 ലക്ഷം വർഷം മുൻപാണ് അവിടം രൂപപ്പെട്ടത്. എന്നാൽ കിഴക്കൻ ഭാഗം രൂപപ്പെട്ടത് 18 ലക്ഷം വർഷം മുൻപാണ്. ഭൂവൽക്കപാളികളിലെ ചലനവും അഗ്നിപർവ്വത പ്രവർത്തനവും ഗ്ലേഷ്യറുകളുമെല്ലാം ഈ പർവ്വതത്തിന്റെ രൂപീകരണത്തിന് കാരണമായിട്ടുണ്ട്. വലിയൊരു അഗ്നിപർവ്വത മേഖല തന്നെയാണത്. സുഷുപ്തിയിലുള്ള പല അഗ്നിപർവ്വതങ്ങൾ ഏസ്യയുടെ പല ഭാഗങ്ങളിലായുണ്ട്. ഇതൊക്കെയാണെങ്കിലും ഐസ്ലാൻഡിലെ പ്രമുഖമായൊരു റിക്രിയേഷണൽ ഏരിയയാണ് ഏസ്യ പർവ്വതം. ഹൈക്കർമാരുടെയും ക്ലൈംബർമാരുടെയും ഒരു ഇഷ്ട ലൊക്കേഷൻ. ഇവിടെ എത്തുമ്പോൾ ഏസ്യ പർവ്വതത്തിന്റെ ചുവട്ടിലേക്ക് കടലിന്റെ ഒരു ഭാഗം കയറിക്കിടക്കുന്നത് കാണാം. വളരെ ആഴത്തിൽ ഇങ്ങനെ കടൽ ഉള്ളിലേക്ക് കയറിക്കിടക്കുന്നതിനെ ഫോർദ്യൂളുകൾ എന്നാണ് പറയുക. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലെല്ലാം ഇതിനെ ഫ്യോർദ് എന്നാണ് വിളിക്കുന്നത്. ഐസ്ലാൻഡിലെ കുറേയേറെ ഫ്യോർദുകൾ യാത്രയിൽ കാണാം. ഫ്യോർദും അതിനു കുറുകെ കടന്നുപോകുന്ന പാതയും അങ്ങകലെയുള്ള പർവ്വതനിരകളും മലഞ്ചെരുവിൽ പുല്ലു പിടിപ്പിച്ചിരിക്കുന്നതുമെല്ലാം ഗംഭീരമായ കാഴ്ചകളാണ്. ഐസ്ലാൻഡിലൂടെയുള്ള യാത്രയിൽ മുഴുവനും ഇങ്ങനെ പ്രകൃതിയുടെ സൗന്ദര്യമാണ് കാണുക. വന്യജീവികളെയോ മനുഷ്യരെയോ ഒന്നും കണ്ടെന്നു വരില്ല. പർവ്വതച്ചെരുവിൽ ചില വീടുകൾ കാണുന്നുണ്ട്. 2-3 വീടുകളും ഒരു ഫാം ഹൗസും. പുൽമേട്ടിൽ കുതിരകളും പശുക്കളും മേയുന്നു. വീട്ടിലേക്കുള്ള ചെറിയ പാത. മലഞ്ചെരുവ് വരെ പശുക്കളും കുതിരകളും മേയുന്ന പുൽമേട്. അതിലൂടെ ഒരു റോഡ് പോകുന്നത് അങ്ങേയറ്റത്ത് കാണുന്ന വീട്ടിലേക്കാണ്. അത് ഒരു കർഷകന്റെ വീടായിരിക്കണം. അതിന് 2-3 ഭാഗങ്ങളുണ്ട്. കന്നുകാലികളെ പാർപ്പിക്കുന്ന ഭാഗം, വൈക്കോൽ സൂക്ഷിക്കുന്ന ഭാഗം, വീട്ടുകാർ താമസിക്കുന്ന ഭാഗം എന്നിങ്ങനെ ഒരു ചെറിയ ഗ്രാമമാണിവിടെ. വെട്ടിയെടുത്ത പുല്ല് പാക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് അങ്ങകലെ കാണാം. ഈ പാതയോരത്ത് കാണുന്ന ഭാഗങ്ങളെല്ലാം പുൽകൃഷി ചെയ്യുന്നതാണ്. കാലിത്തീറ്റയ്ക്കുള്ള പുല്ലാണത്. പുല്ലാണ് ഐസ്ലാൻഡിലെ ഏറ്റവും വലിയ കൃഷി. ഐസ്ലാൻഡിന്റെ മൊത്തം ഭൂമിയുടെ 18% പുൽകൃഷി നടക്കുന്നു. പശ്ചാത്തലത്തിലെ മല കൂടിയുള്ളതുകൊണ്ട് ഭൂപ്രകൃതിക്ക് അത്ഭുതകരമായ ഒരു സൗന്ദര്യം കൈവന്നിരിക്കുന്നു. അതിന്റെ താഴ്വാരത്തെ മരക്കൂട്ടത്തിനിടയ്ക്ക് ഒരു വീട്. എത്ര സുന്ദരമായ കാഴ്ചകളാണ് ഇതെല്ലാം. ഓരോരോ സ്ഥലങ്ങളുടെ വിശേഷങ്ങൾ ഇടയ്ക്കിടെ പീറ്റർ വിവരിക്കുന്നുമുണ്ട്. സരസമായി സംസാരിക്കുന്ന നല്ല ചരിത്രബോധമുള്ള ഡ്രൈവറാണ് പീറ്റർ. യാത്രികരുമായി നല്ല സഹകരണവുമാണ്. ഇടയ്ക്ക് ട്രക്കുകളും ബസ്സുകളുമൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. എന്നാൽ മനുഷ്യർ വസിക്കുന്ന ഇടങ്ങൾ അധികമൊന്നും കാണുന്നില്ല. നേരെ മുന്നോട്ട് ചെല്ലുമ്പോൾ അങ്ങകലെ വെയിൽ ഫ്യോർദ് എന്ന ഒരു ഉൾക്കടൽ കാണാം. അതിനടുത്തേക്ക് എത്തുമ്പോഴേക്കും ഒരു ടണലിലേക്ക് കയറുന്നു. വെയിൽ ഫ്യോർദ് ടണൽ എന്നാണ് ഇതറിയപ്പെടുന്നത്. ഐസ്ലാൻഡിലെ ഏറ്റവും നീളം കൂടിയ 2ാമത്തെ ടണലാണിത്. 5.7 കിലോമീറ്റർ നീളമുള്ള ടണൽ. ഉൾക്കടലിനടിയിലൂടെയാണ് ഇത് പോകുന്നത്. 1998 നിർമ്മാണം പൂർത്തിയായ ടണലാണ്. ഞങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഇപ്പോൾ കടലാണ്. വളരെ ആഴമുള്ള ഉൾക്കടൽ. സമുദ്രനിരപ്പിൽ നിന്നും 165 മീറ്റർ വരെ താഴ്ചയിൽ ടണൽ പോകുന്നുണ്ട്. വെയിൽ ഫ്യോർദ് കഴിഞ്ഞിരിക്കുന്നു. അവിടം കഴിയുന്നതോടെ പ്രകൃതിയുടെ രൂപവും ഘടനയുമൊക്കെ ഒന്ന് മാറുന്നു. മറ്റൊരു രൂപത്തിലുള്ള മലകൾ. ഞങ്ങളിനി കുറേ ദൂരം ഫ്യോർദിന്റെ കരയിലൂടെയാണ് പോകുന്നത്. തുരങ്കത്തിലൂടെ ഫ്യോർദിനെ ഒന്ന് ക്രോസ് ചെയ്തെങ്കിലും ഇനിയും കുറേ ദൂരം അതിന്റെ തീരത്തുകൂടി ഓടണം. ഇപ്പോൾ ഒരു വശത്ത് ഫ്യോർദും മറുവശത്ത് ഈ കാണുന്ന മലയുമാണ്. മലയുടെ താഴ്വാരത്ത് കൃഷിയിടങ്ങൾ. ഇവിടെയും കൂടുതലായി നടക്കുന്നത് പുല്ലിന്റെ കൃഷി തന്നെ. വെയിൽ ഫ്യോർദാണ് ഇക്കാണുന്നത്.
ഐസ്ലാൻഡിൽ കാർഷിക രംഗത്ത് ഏറ്റവും പ്രാധാന്യം പശുവളർത്തലും ആടുവളർത്തലുമാണ്. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പാലും മാംസവും ഈ രാജ്യത്തിന് പൂർണ്ണമായും തികയുന്നതാണ്. അതുകൊണ്ട് തന്നെ പാലോ പാൽ ഉൽപ്പന്നങ്ങളോ ഐസ്ലാൻഡിലേക്ക് ഇറക്കുമതി ചെയ്യാറില്ല. രാജ്യത്ത് വളർത്തുന്ന കന്നുകാലികൾക്കുള്ള തീറ്റ ഈ പുൽകൃഷിയിലൂടെയാണ് ഉണ്ടാക്കുന്നത്. സമ്മർ അവധിക്കാലത്ത് USA, സ്കാൻഡിനേവിയ ആൻഡ് ബാൾട്ടിക്, ജപ്പാൻ ആൻഡ് കൊറിയ, ചൈന ആൻഡ് മംഗോളിയ, 5 ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്ക് സഞ്ചാരത്തിനൊപ്പം സഞ്ചരിക്കാൻ ഇപ്പോൾ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് അയയ്ക്കുക. ഫോൺ 7591966600. മലേഷ്യ, തായ്ലാന്റ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. മികച്ച ഇനം കാലിത്തീറ്റ പുല്ലുകൾ വളരുന്നതിന് അനുകൂലമാണ് ഐസ്ലാൻഡിന്റെ കാലാവസ്ഥ. പുല്ലുണക്കി സൂക്ഷിക്കുന്ന കെട്ടിടങ്ങൾ, കർഷകരുടെ ചെറുവീടുകൾ. എത്ര സുന്ദരമാണ് ഈ പരിസരമെന്നത് അത്ഭുതപ്പെടുത്തുന്നു. ഫ്യോർദിന്റെ ഈ തീരങ്ങളിലെല്ലാം ചെറിയ വീടുകൾ ധാരാളമുണ്ട്. ഒരു വീട് കഴിഞ്ഞാൽ മറ്റൊന്നിലേക്കെത്താൻ കുറേ ദൂരം പോകണം. എത്ര ശാന്തസുന്ദരമാണ് ഇവിടുത്തെ ജീവിതം. പച്ചക്കറികളും പൂക്കളുമാണ് ഈ രാജ്യത്തെ മറ്റു ചില കൃഷികൾ. ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, സ്ട്രോബെറി, ക്യാബേജ്, കോളിഫ്ലവർ തുടങ്ങിയ പലതും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. എങ്കിലും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഇവിടേക്ക് വലിയ തോതിൽ പഴങ്ങളും പച്ചക്കറികളും ഇറക്കുമതി ചെയ്യുന്നുമുണ്ട്. അലൂമിനിയം സംസ്കരണശാലകളും ഭക്ഷ്യധാന്യ സംഭരണ കേന്ദ്രങ്ങളുമെല്ലാം ചിലയിടത്ത് കാണാം. പാമ്പുകളില്ലാത്ത നാടാണ് ഐസ്ലാൻഡ്. മേടുകളിലൂടെയൊക്കെ ഒരു ഭയവും കൂടാതെ ഇറങ്ങി നടക്കാം. പാമ്പുകൾ മാത്രമല്ല, മറ്റ് ഉരകജീവികളൊന്നും തന്നെ ഇവിടെയില്ല. പാമ്പ്, പല്ലി, ആമ തുടങ്ങിയ ഒന്നിനെയും ഈ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യാനും വളർത്താനും പറ്റുകയുമില്ല. ഒരു സ്നേക്ക് ഫ്രീ എൻവയറമെന്റ് സൃഷ്ടിക്കുന്നതിനായി ശക്തമായ നിയമങ്ങൾ തന്നെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടെയുള്ള ദിവസം ഐസ്ലാൻഡിനെ ഞെട്ടിച്ച ഒരു വാർത്ത വന്നു. ഐസ്ലാൻഡിൽ ഒരു കൊതുകിനെ കണ്ടെത്തി എന്നതാണ് ആ വാർത്ത. കൊതുകില്ലാത്ത രാജ്യമെന്ന ഐസ്ലാൻഡിന്റെ പദവി തന്നെ നഷ്ടപ്പെടുന്ന വാർത്തയായി അത്. ബിയോൺ റിയാൽപ്സൺ എന്നയാൾക്കാണ് കൊതുകിനെ കിട്ടിയത്. അദ്ദേഹം സൂക്ഷ്മതയോടെ അതിന്റെ ഒരു ചിത്രമെടുത്ത് ഐസ്ലാൻഡ് നാഷണൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രാണിശാസ്ത്രജ്ഞർക്ക് അയച്ചുകൊടുത്തു. അവരാണ് രാജ്യത്ത് കൊതുകിന്റെ സാന്നിധ്യം കണ്ടെത്തിയതായി പ്രഖ്യാപിച്ചത്. ഏതോ കപ്പലുകളിലോ കണ്ടെയ്നറുകളിലോ ആവാം കൊതുകെത്തിയതെന്നാണ് നിഗമനം. ആഗോളതാപനം ഐസ്ലാൻഡിനെ കൊതുകുകൾക്ക് അനുകൂലമായ സ്ഥലമാക്കിയേക്കും എന്ന ഭയം ഇപ്പോൾ നാട്ടിലാകെ പടർന്നിരിക്കുകയാണ്. ഇവിടെ പുല്ലല്ലാതെയുള്ള മറ്റു ചില കൃഷികളും കാണാം. ഉരുളക്കിഴങ്ങും ക്യാരറ്റുമൊക്കെ വിളയുന്ന പാടങ്ങളാണ്. തക്കാളി, കുക്കുംബർ, പച്ചമുളക്, ഗ്രീൻ പീസ്, പലതരം ബീൻസുകൾ എന്നിവയൊക്കെ ചെറിയ തോതിലെങ്കിലും ഐസ്ലാൻഡിന്റെ പല ഭാഗങ്ങളിലും കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വലതുവശത്ത് ഒരു മലനിര കാണാം. ഒരു വരണ്ട മലനിര. ഇന്ത്യയിൽ ലേയിലും ലഡാക്കിലുമൊക്കെ കാണുന്ന തരത്തിലുള്ള പുല്ലുകിളിർക്കാത്ത ഒരു മല. മഞ്ഞുകാലത്ത് ഇത് മുഴുവൻ ഐസിനാൽ മൂടിപ്പോകും. അപ്പോൾ വലിയൊരു ഐസുകട്ട പോലെയിരിക്കും ഇത്. മഞ്ഞുരുകിക്കഴിയുമ്പോൾ മലയുടെ രൂപം ഇതായിരിക്കും. മുകളിൽ നിന്ന് പാറ പൊടിഞ്ഞ് താഴേക്കിറങ്ങുന്നു. അതിന്റെ മുകളിലേക്ക് കയറിയാൽ ഊർന്ന് താഴേക്ക് പോരാമെന്ന് തോന്നും. അത്യാവശ്യം വലിപ്പമുള്ള പാറകളാണ് ആ മണൽ പോലെ കാണുന്നത്. ഓരോ തരിയും 5-6 കിലോ ഭാരമുള്ള പാറകഷ്ണങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിലൂടെ ഊർന്നിറങ്ങുക അത്ര എളുപ്പമാവില്ല. പിന്നെയും കുറേ നേരം ബസ് ഓടി. ഇപ്പോൾ ബൊർഗാർ ഫ്യോർദ് എന്ന ഉൾക്കടലിനരികിലേക്ക് എത്തുകയാണ്. വലിയൊരു ഫ്യോർദാണ്. ബൊർഗാർനസ് പട്ടണത്തിന് സമീപമുള്ള ഒരു ഫ്യോർദാണിത്. ഇതിന്റെ അങ്ങേക്കരയിലാണ് ബൊർഗാർനസ് പട്ടണം. വേറൊരു ഭാഗത്ത് ഈ ഫ്യോർദിൽ ദ്വീപുകളൊക്കെയുണ്ട്. കടൽ വളരെ നീളത്തിൽ ഉള്ളിലേക്ക് കയറിക്കിടക്കുകയാണ്. അതിവിശാലമായ ഫ്യോർദ്. അതിനു കുറുകെ ഒരു പാലമുണ്ട്.
ആ പാലം കടന്നു ചെല്ലുന്നത് ബൊർഗാർനസ് പട്ടണത്തിലേക്കാണ്. നേരം ഇപ്പോൾ 6:30 ആയിട്ടുണ്ട്. എന്നാലും വെയിലുമുണ്ട്. ഇപ്പോൾ ബൊർഗാർനസ് പട്ടണത്തിലേക്ക് കയറിയിരിക്കുന്നു. ഞങ്ങൾ ഇന്ന് താമസിക്കുന്നത് ഇവിടെയാണ്. വലിയ സൂപ്പർ മാർക്കറ്റുകളും കടകളുമൊക്കെയുള്ള ഒരു പട്ടണം. തലസ്ഥാന നഗരമായ റേക്യാവിക്കിൽ നിന്നും 69 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. വലിയ പ്രായമൊന്നുമില്ലാത്ത പട്ടണമാണ് ബൊർഗാർനസ്. 19-ാം നൂറ്റാണ്ടിലാണ് ഇത് നിലവിൽ വന്നത്. ഇവിടുത്തെ വെസ്റ്റൂർലാൻഡ് ഹോട്ടലിന് മുന്നിൽ ബസ് ചെന്നു നിന്നു. നഗരത്തിന്റെ ഹൃദയഭാഗമാണ്. പക്ഷേ വലിയ തിരക്കൊന്നുമില്ല. ഞങ്ങൾ എല്ലാവരും ഇറങ്ങി. വണ്ടിയുടെ ഉദരത്തിൽ നിന്ന് എല്ലാവരും അവരവരുടെ ലഗേജുകൾ എടുത്തു. പിന്നെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. മികച്ച ഹോട്ടലാണ് വെസ്റ്റൂർലാൻഡ്. ഈ നഗരത്തിൽ അധികം ഹോട്ടലുകളില്ല. ഈ ഹോട്ടലിന്റെ മുറികളാവട്ടെ ഇന്ന് ഏതാണ്ട് മുഴുവനായും ഞങ്ങൾ തന്നെ എടുത്തിരിക്കുന്നു. പുത്തൻ ഹോട്ടൽ. ഞാൻ എൻ്റെ മുറിയിലേക്ക് ചെന്നു. നല്ല മുറി. സഞ്ചാരം ഗ്രൂപ്പ് ടൂറുകളിൽ 4 സ്റ്റാർ 5 സ്റ്റാർ നിലവാരമുള്ള മുറികൾ മാത്രമേ എടുക്കാറുള്ളൂ. ബാഗ് മുറിയിൽ വെച്ച് പുറത്തിറങ്ങി. നേരം ഇരുട്ടിയിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ തെരുവിലൂടെ ഒന്ന് നടക്കാൻ തീരുമാനിച്ചു. ഹോട്ടലിന്റെ നേരെ എതിർവശത്ത് വലിയൊരു സൂപ്പർ മാർക്കറ്റാണ്. അതിനു മുന്നിൽ ചെറിയ ആളനക്കമൊക്കെയുണ്ട്. അത് കണ്ടാണ് അവിടേക്ക് ചെന്നത്. സൂപ്പർ മാർക്കറ്റിനകത്ത് ഷൂട്ട് ചെയ്യുന്നത് ശരിയല്ലല്ലോ. സൂപ്പർ മാർക്കറ്റിന്റെ ലോബി പോലെ ഒരു ഭാഗമുണ്ട്. അവിടെ ഒരു പെട്ടിയിൽ കുറെ പുസ്തകങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നു. 100ഓളം പുസ്തകങ്ങളുണ്ട്. ഇംഗ്ലീഷ് പുസ്തകങ്ങളും ഐസ്ലാൻഡിക് ഭാഷയിലുള്ള പുസ്തകങ്ങളും. ജെയിംസ് പാറ്റേഴ്സന്റെ ഒക്കെ രചനകളാണ്. സെക്കൻഡ് ഹാൻഡ് പുസ്തകങ്ങളാണിത്. പുസ്തകങ്ങളിൽ നിന്ന് ഏതോ ഒന്ന് തിരഞ്ഞെടുക്കുന്നുണ്ട് ഒരാൾ. ഇവിടെ ഇങ്ങനെ ഒരു പാത്രവുമുണ്ട്. 500 ക്രോണ എന്നൊരു സ്റ്റിക്കർ അതിൽ ഒട്ടിച്ചിരിക്കുന്നു. പുസ്തകത്തിന്റെ വിൽപ്പനക്കാരായി ആരും അടുത്തെങ്ങുമില്ല. പുസ്തകങ്ങളുടെയും മാഗസീനുകളുടെയും വില 500 ഐസ്ലാൻഡിക് ക്രോണയാണെന്നും പണം ആ പെട്ടിക്കകത്തിട്ടാൽ മതിയെന്നും. 1 ക്രോണ എന്നാൽ നമ്മുടെ 72 പൈസയാണ്. അതാണ് പുസ്തകവില. ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിംഗ് സ്റ്റേഷനാണിത്. കുറച്ചുനേരം അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിന്നു. നേരെ മുന്നിൽ ആ കാണുന്നതാണ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ. നല്ലൊരു ഹോട്ടലാണ്. സന്ധ്യയാകുമ്പോഴേക്കും നല്ല കാറ്റാണിവിടെ. ഭീകരമായ കാറ്റെന്ന് പറയാം. അതുകൊണ്ട് അധിക നേരം പുറത്തു നിൽക്കാൻ പറ്റിയില്ല. ഞാൻ ഹോട്ടൽ വെസ്റ്റൂർലാൻഡിലേക്ക് തിരികെ ചെന്നു. 7:30 കഴിയുമ്പോഴേക്കും ഡിന്നർ തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നു. റെസ്റ്റോറന്റിലേക്ക് എത്തുമ്പോഴേക്കും ഇവിടെ സദസ്സ് കൂടുകയാണ്. ഡിന്നറിന്റെ സമയമാകുന്നു. ഇതാണ് ഗ്രൂപ്പ് ടൂറിന്റെ ഒരു ഗുണം. ധാരാളം സൗഹൃദങ്ങൾ ഉണ്ടാകും. പല മേഖലകളിൽ നിന്നുള്ള പ്രഗത്ഭരും വിദഗ്ധരുമായ ആളുകളാണ്. വിദ്യാസമ്പന്നർ, വ്യവസായ പ്രമുഖർ, പ്രൊഫഷണലുകൾ, പരിചയസമ്പന്നരായ ഡോക്ടർമാർ, ആർക്കിടെക്റ്റുകൾ എന്നിങ്ങനെ സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ള ആളുകൾ. അവർ തമ്മിൽ സൗഹൃദങ്ങൾ രൂപപ്പെടുന്നതാണ് ഈ ഗ്രൂപ്പ് ടൂറിലെ വലിയൊരു കാര്യം. ഒറ്റയ്ക്ക് പര്യവേക്ഷണ യാത്രകൾ നടത്തുന്നതുകൊണ്ട് നേട്ടങ്ങൾ ധാരാളമുണ്ട്. ഞാൻ തനിച്ച് യാത്ര ചെയ്യുന്നയാളാണ്. പക്ഷേ ഗ്രൂപ്പ് ടൂറിൽ ഉണ്ടാകുന്നതുപോലുള്ള ബന്ധങ്ങളും സൗഹൃദങ്ങളും അപ്പോൾ കിട്ടില്ല. മറ്റൊന്ന്, ഭക്ഷണം ഉൾപ്പെടെ എല്ലാം ടൂറിൽ ഇൻക്ലൂഡഡ് ആണെന്നതാണ്. 3 നേരവും ഭക്ഷണം. ബസിന്റെ ഡ്രൈവറായ പീറ്ററും ഞങ്ങളുടെ കൂടെ ഡിന്നർ കഴിക്കാനുണ്ട്. വലിയ സംസാരപ്രിയനാണ് പീറ്റർ. ഞങ്ങളുമായി കഥകളും വിശേഷങ്ങളും പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. ഫിലിം മേക്കിംഗ് ആണ് പീറ്റർ പഠിച്ചത്. ഡെൻമാർക്കിലെ യൂറോപ്യൻ ഫിലിം കോളേജിലായിരുന്നു പഠനം. അതിനു മുൻപ് ഐസ്ലാൻഡിലെ ജിംനേഷ്യത്തിൽ വിദ്യാഭ്യാസം. ജിംനേഷ്യം എന്നാൽ ഹയർ സെക്കൻഡറി അല്ലേ എന്ന് ഞാൻ ചോദിച്ചു. ഹൈസ്കൂളാണ്. ആ പഠനത്തിൽ സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, മാത്തമാറ്റിക്സ്, ഇക്കണോമിക്സ് തുടങ്ങിയവയെല്ലാം ഉണ്ട്. കൂടാതെ ആർട്ട് സെക്ഷനും ട്രേഡ് സെക്ഷനും. ആശാരിപ്പണി പോലുള്ള ജോലികൾ. പീറ്ററിന്റെ കുടുംബത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചു. അമ്മയുടെ ഗ്രാമം ഐസ്ലാൻഡിന്റെ വടക്കു പടിഞ്ഞാറേ കോണിലാണ്. northwest of Iceland, and it's a place called Fljótin. ഫ്ലോട്ടിൻ എന്ന സ്ഥലത്ത്. അതൊരു ഫിഷിംഗ് വില്ലേജ് ആണ്. It wasn't like a fishing village. It was more like a farm
with a fishing harbor. അവിടെ ഒരു for ചെറിയ like ഹാർബറുമുണ്ട്. small type of fishing like crab fishing. ക്രാബ് ഫിഷിംഗും മറ്റുമാണ് അവിടുത്തുകാരുടെ തൊഴിൽ. It's my mother's side. ഞാൻ അച്ഛന്റെ വിശേഷങ്ങൾ ചോദിച്ചു. Where they're from the Reykjavik. Yeah, my father's side is from Reykjavik. And അച്ഛൻ if you look at the റെയ്ക്കാവിക്കുകാരനാണ്. pictures of, like, my ancestors from my mom's പ്രമാണി and my കുടുംബാംഗമാണ് dad's, you will അദ്ദേഹം. see on my mom's side, bunch of farmers, bunch of അമ്മയാകട്ടെ കർഷക കുടുംബാംഗവും. In my dad's side, you will see men with tinfoil hats. And അച്ഛന്റെ പ്രാമാണ്യം പറയുമ്പോൾ പീറ്റർ ഭംഗിയായി അഭിനയിച്ചു കാണിക്കുന്നുണ്ട്. സിനിമ പഠിച്ച ആളാണല്ലോ. സിനിമാ രംഗത്തെക്കുറിച്ചും പറയാനുണ്ട്. വിദേശ സിനിമാക്കാരുടെ പോപ്പുലർ ഡെസ്റ്റിനേഷനാണ് ഐസ്ലാൻഡ്. അവരുടെ ഇഷ്ട ലൊക്കേഷൻ. പ്രൊഡക്ഷൻ സൈഡിൽ ഈ നാട്ടിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് ഞാൻ ചോദിച്ചു. ഷൂട്ടിങ്ങിന് വരുന്നവർ മുഴുവൻ ക്രൂവിനെയും കൊണ്ടുവരുന്നു. എന്നാൽ ഇവിടെ ക്രൂ ഉണ്ടെന്നാണ് പീറ്റർ പറയുന്നത്. നോർവീജിയൻ ക്രൂ ഒക്കെ കൃത്യസമയത്തിനപ്പുറം പണിയെടുക്കാത്തവരാണ്. തങ്ങൾ അക്കാര്യത്തിൽ വ്യത്യസ്തരാണ്. മഞ്ഞിലും തണുപ്പിലും പണിയെടുക്കാൻ മടിയില്ലാത്തവർ. രാത്രി ഏറെ വൈകുമ്പോളും കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആ റെസ്റ്റോറന്റിൽ ഇരുന്നു. പിന്നെ ഉറക്കത്തിന്റെ സമയമായപ്പോൾ ഞാൻ മുറിയിലേക്ക് നടന്നു.